ആ ഹബീബായ തങ്ങളെ കുറിച്ച് ഏറ്റവും ലാസ്റ്റ് വാക്കാ ഞാൻ പറയുന്നത്. ഒരു കഴിവില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ. ഇപ്പൊ മിനിയാന്ന് നടന്ന പ്രസംഗം എവിടെ? നമ്മളെ മൗലിദുൽ അക്ബർ കഴിഞ്ഞ തിങ്കളാഴ്ച നോളജ് സിറ്റിയിൽ ആധാറൊക്കെ കാണിച്ചുകൊണ്ട് നടന്ന പരിപാടി നിങ്ങൾ നെറ്റിൽ നിന്ന് മുക്കിയിട്ടുണ്ട്. നമ്മൾ ക്ലിപ്പിട്ടു, പിന്നെ നോക്കുമ്പോൾ ആ പ്രസംഗം കാണാനില്ല, ഒരു പരിപാടിയില്ല. അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തിന്, ഇതാദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടാണ് കേൾക്കുക തന്നെ. കാരണം ഇത് എപ്പോഴും പോകാലോ സാധനം. നല്ല സാധനം കിട്ടുമ്പോൾ പെട്ടെന്ന് പോകും. ആ പ്രസംഗത്തിൽ മിനിയാന്ന് കഴിഞ്ഞ പ്രസംഗം യൂട്യൂബിൽ നിന്ന് പോയി. കാരണം എന്താ, നല്ലൊരു സാധനമാണ് AP ഉസ്താദ് എന്ന് പറഞ്ഞു കൊടുത്ത്. AP ഉസ്താദ് പറയുന്നത് എഴുതിയെടുക്കലാണല്ലോ ഇയാളെ മഹത്തായിട്ട് പഠിപ്പിച്ച്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എഴുതിയെടുക്കാൻ പറ്റിയ നല്ലൊരു വാക്ക് എന്താ? ഉസ്താദ് കുറഞ്ഞ വാക്കേ സംസാരിച്ചിട്ടുള്ളൂ, പക്ഷെ അബൂ ഹനീഫ ഇമാമിന്റെ വാക്കാണ് ഉദ്ധരിച്ചത്. ആ വാക്കിൽ ഇങ്ങനെ ശരിക്ക് പാടുന്നുണ്ട്, യാ മാലികി കുൻ ശഫീഇ ഫീ ഫഖതി, എന്റെ മാലിക്കായ ഉടമസ്ഥരായ ഹബീബായ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറ്റൂല എന്ന് പറഞ്ഞ ആളാണ് ആര്? ഈ പറഞ്ഞ മേൽവാദി. മാലിക് ഉടമസ്ഥൻ ഇതൊന്നും പറയരുത്. അത് ആദ്യം ഒന്ന് കേൾക്കുക, എന്നിട്ട് ഞാൻ AP ഉസ്താദിലേക്ക് വരാം. ഹജ്ജല്ലെന്നുണ്ട് കാര്യമില്ല. അപ്പൊ ബാപ്പ ഉമ്മ നമ്മുടെ ജീവിതത്തിലെ നന്മയുടെ നിമിത്തമായാൽ തന്നെ വലിയ സ്ഥാനമുണ്ട്. അല്ലാതെ ഉടമസ്ഥൻ അത് അല്ലാഹുവാണ്. ഒരിക്കലും തന്നെ ഒരു മഹാനെയും ഒരു സുന്നത്തി വൽ ജമാഅത്ത് ഉടമസ്ഥനാണെന്ന് വിശ്വസിക്കുന്നില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് രാവിലെയും വൈകുന്നേരവും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക്, അധികാരം മുഴുവനും അല്ലാഹുവിനാണ് പ്രഖ്യാപിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. സുന്നത്തി ജമാഅത്തിന് ശിർക്ക് ഉണ്ടാവും എന്നുള്ള പേടിയൊന്നും ഒറ്റ മുജാഹിദിനും വേണ്ട, ജമാഅത്തുകാർക്കും വേണ്ട, ഒരു പുത്തൻവാദിക്കും വേണ്ട. സുന്നത്തി ജമാഅത്തിന്റെ അലിമീങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ജാഹിലീങ്ങളൊന്നും മെനക്കെടുകയും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ജാഹിലീങ്ങളെ മെനക്കെടണ്ടാന്നാണ്. അപ്പൊ നീ മൂപ്പര ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ അത് ഞാൻ പേര് ഞാൻ പറഞ്ഞു പറയണ്ട. ഇയാളെ തന്നെ ഇരുത്തിയിട്ട് AP ഉസ്താദ് അതാണ് പഠിപ്പിച്ചു നന്നായി. എന്താ പറഞ്ഞേ? ഇതൊക്കെ ഈ വഹാബി പണ്ട് പറഞ്ഞതല്ലേ, ലഹുൽ മുൽക്ക്, അവന് മാത്രമാണ് അധികാരം, അതുകൊണ്ട് മുഹിയുദ്ദീൻ ശൈഖിന് അധികാരം ഉണ്ടെന്ന് പറയാൻ പാടില്ല. ഇതൊക്കെയല്ലേ പണ്ട് വഹാബി പറഞ്ഞത്, ലഹുൽ ഖൽഖ്. ഖൽഖ് ആ വിഷയം ഞാൻ പിന്നെ ഇന്നലെ അതിനു വേണ്ടി തന്നെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ട് അതിന് സമയം പോകണ്ടെന്ന് കരുതിയിട്ടാ. അപ്പൊ കേട്ടോളൂ, വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലഹുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാത്തവർക്ക് അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സിറാജുൽ ഹുദയിൽ നമ്മൾ ഇറങ്ങിപ്പോൾ അവിടുന്ന് ഇത് എൻ്റെ ആണ്. അപ്പൊ എന്താ പറയാ, ഇതിന്റെ ആധാരം നോക്ക്, ഇതിൻ്റെ. അപ്പൊ ലഹുൽ മുൽക്ക് ഇല്ല, അവിടെ അള്ളാഹ്ക്ക് മാത്രം എന്ന് പറയാനില്ല. അപ്പൊ അംബിയാവിലെ ഒരു മഹാനെയും അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ ഉടമസ്ഥനോ മാലിക്കോ ആക്കൂല. ഞങ്ങളുടെ മാലിക്ക് അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഇമാം അബൂ ഹനീഫ തങ്ങൾ തന്നെ പാടിയ പാട്ട് ഇയാളെ ഇരുത്തിയിട്ട് AP ഉസ്താദ് പഠിപ്പിക്കുന്ന മനോഹരമായൊരു രംഗണ്ട്. യൂട്യൂബിൽ പോയാൽ നീ കേൾക്കൂല, നമ്മളെടുത്തെന്ന് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പിച്ച് കേട്ടോളി, അത് നല്ലൊരു വാക്കാണ് ഉസ്താദ് പറഞ്ഞു കൊടുത്ത്. പറഞ്ഞിട്ടുള്ള കവിതകൾ യാ മാലികി കുൻ ശാഫിഈ ഫീ ഫഖതി ഇന്നി ഫഖീറുൻ എന്ന് പറഞ്ഞിട്ട് ഇമാമുൽ ആദം പറഞ്ഞ ബൈത്തിലുണ്ട്. യാ മാലികി, എന്റെ മാലിക്കായ റസൂലെ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ മാലിക്കാണ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കീഴാണ് ഞാൻ. ഇന്നത്തെ എന്റെ മാലിക്കായ എന്റെ ഉടമസ്ഥനായ നബിയെ എന്ന് വിളിച്ചതിനെ സംബന്ധിച്ച് ചില വിദഗ്ധർ വളരെ അധികം ആക്ഷേപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കുന്ന കൂട്ടർ സംസാരിച്ച സമയത്ത് അതിന് മറുപടിയായി ബഹുമാനപ്പെട്ട അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, मैं मालिक ही कहूँगा. റസൂലുള്ളാഹിനെ സംബന്ധിച്ച് മാലിക് എന്ന് മാത്രം ഞാൻ പറയും
എന്ന് പറഞ്ഞിട്ട് ഉപ്പാറ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂ ഹനീഫ ഇമാം പറയാണ്, യാ മാലിക്കി, എന്റെ ഉടമസ്ഥരായ നബിയേ. ഇതിനെ എതിർത്തു ചില പുത്തൻവാദിനെ ഇരുത്തിയിട്ട് ഉസ്താദ് പറയാണ്. അപ്പൊ അയലാ ഹദറത്ത് തങ്ങൾ മറുപടി കൊടുത്തു, എന്ത്? അവരെന്റെ മാലിക്കാണെന്ന് ഞാൻ തറപ്പിച്ചു പറയും. അബ്ദുൽ മുസ്തഫ എന്ന് പേര് പറയലാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ ആളാണ് അയലാ ഹദറത്ത് റളിയല്ലാഹു അൻഹു. അതാണല്ലോ നമ്മുടെ പ്രമേയം. അപ്പൊ ഈ ചങ്ങാതി എന്താ പറഞ്ഞ നേരത്തെ? ഒന്നിനും കഴിയാതെ അവശനായി കിടക്കുകയാണ്. ആ വാദത്തെയാണ് പറയുന്നടാ, അങ്ങനെ പറയല്ല. പിന്നെയോ കൃത്യമായി പറയ്, നമ്മളെല്ലാം ഉടമസ്ഥരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ പറയട്ടെ, ഇവിടെ നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഞാനിവിടെ പഴയ നമ്മളെ AP സുന്നിയാളൊക്കെ ഉണ്ട്, ഓരോട് ചോദിക്കുകയാണ്, നിങ്ങൾ AP ഉസ്താദിന്റെ കൂടെയാണോ ഇതില്, അതോ നെയൽവാദി മൊയ്ലിയാരുടെ കൂടെയാണോ? മാലിക് എന്ന് പറയാൻ പാടില്ല എന്നാണ് അയാൾ പറയുന്നത്. ഉസ്താദ് പറയുന്നത് അങ്ങനെ പറയണമെന്നാണ്. എവിടെയാ ഞങ്ങൾ ഇതിലുള്ളത് AP ഉസ്താദിന്റെ കൂടെയാണ്. കാരണം എന്താ അറിയോ? AP ഉസ്താദ് പറഞ്ഞതാണ് ശംസുൽ ഉലമയുടെ ആദർശം, അതാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ആദർശം, അതാണ് അബൂ ഹനീഫ ഇമാമിന്റെ ആദർശം, അതാണ് സ്വഹാബത്തിന്റെ ആദർശം. പാടില്ല എന്ന് പറഞ്ഞത് വഹാബിസാണ്. അതാണ് അയാൾ വഹാബിസത്തിൽ. മാത്രല്ല ഉസ്താദ് അവിടെ വലിയൊരു വാക്കുകൂടി പറഞ്ഞു, അതൊക്കെ എഴുതി വെക്കേണ്ടിയാണ്. അതാണ് അവിടെ എഴുതി വെക്കേണ്ടി. ആ ബന്ധം, അള്ളയും അള്ളാന്റെ റസൂലും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം, അള്ളാന്റെ ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബ് എന്ന് പറഞ്ഞാൽ അവിടെ നീ ഞാൻ എന്ന് വരെ പറയാൻ ഒരു ചാൻസുമില്ല. നീ ഞാനെന്ന് പറയണ്ട എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നാണ്. അള്ളയും റസൂലും ഒന്നായാൽ അബൂജാഹിൽ പുറത്തറിയില്ല. അതാ അവിടെ സംഭവിച്ചത്. അതൊരൊറ്റ ഒന്നാണ്. ആ വാക്കെങ്ങാനും നമ്മളാ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഇത് ഭയങ്കര യുദ്ധം തന്നെ നടക്കും. മറ്റേ യൂട്യൂബർ അവിടുന്ന് ഇറങ്ങും, മറ്റേ എങ്ങായി ഇവിടുന്ന് ഇറങ്ങും. ആ റസൂലിനെ അല്ലാക്കി, രണ്ടും ഒന്നാക്കി കുരുവട്ടൂരികൾ കുഫ്രിയത്തിലേക്ക് APL തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ മുക്കിയാൽ മതി. വീഡിയോ മുക്കിയോണ്ട് കാര്യമില്ല, എല്ലാവരും എടുത്തോണ്ട്. ഞാൻ ആ ഫുള്ള് റെക്കോർഡ് ചെയ്തിരുന്നു. 7 മണിക്കൂററ്റുണ്ട് ആ അന്നത്തെ പരിപാടി. എനിക്കത് അതിൻ്റെ അവല് മുതൽ ആഖിർ വരെ മുക്കാൻ സാധ്യത ഉണ്ട്. ആ കേട്ടോളൂ, മെഹബൂബിനെ ഒന്നാക്കുന്നത്. महबूब के दरमियान मेरा तेरा नहीं, ഹബീബിന്റെ മഹബൂബിന്റെ ഇടയിൽ ഞാൻ നീ എന്ന് പറയുന്ന വാക്ക് പോലും പറയേണ്ടതില്ല എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ഒരിക്കൽ ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബാണ്, മെഹബൂബ് അല്ലാഹയാണ് എന്ന് പറഞ്ഞാൽ അള്ളയും റസൂലും ഒന്നാന്നല്ല. അതൊന്നും ആരും മനസ്സിലാക്കൂല. ഇവിടെ അള്ളാഹ് എന്താണോ ഉദ്ദേശിച്ചത് അതെന്നെയാണ് ആരും ഉദ്ദേശിക്കുക. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണോ ഇഷ്ടം അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അവിടെ ഈ ഞാൻ എന്നുള്ള പ്രശ്നം അവിടെ ഇല്ല. ഒറ്റ ഒന്നായി നിൽക്കുകയാണ്. ഇത് പറയുന്നു ആര്? AP ഉസ്താദ്. ഞാൻ ചോദിക്കട്ടെ, ആ പറഞ്ഞ ഹബീബ് മെഹബൂബാണ്, ഈ ഞാൻ എന്നുള്ള രൂപം തന്നെ അവിടെ വേണ്ട എന്ന് ആ ഉസ്താദ് പറഞ്ഞ വാദം ഏറ്റുപറയാൻ ഈ ഭൂമി മലയാളത്തിൽ ധൈര്യമുള്ളത് സാവിയത്തു സൂഫി അല്ലാതെ ആരുണ്ട്? നിങ്ങളൊന്ന് പറയും. മറ്റതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാന്ന്. നമ്മളെ മറ്റേ ഇൻസ്റ്റഗ്രാമിലെ കുട്ടി സഖാവിനെ ഇപ്പൊ ചർച്ച ചെയ്യണം. റിസാൽ അതിനെ എതിർത്തു, മമ്പാട് അനുകൂലിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമല്ല. ഇവിടെ വിഷയം ഹബീബ് മെഹബൂബാണ്. ഹബീബ് മെഹബൂബ് എന്ന് പറഞ്ഞിടത്ത് അത്രയും വലിയ ബന്ധം ഞാൻ നീ എന്ന് പറയണ്ട, അത്രയും ഒന്നായി പോയി ഉസ്താദ് പറയുന്നത് അതുപോലെ പറയാൻ ഏതെങ്കിലും ഒരു മെമ്പർഷിപ്പ് ഉള്ളവന് കഴിയോ? ഉണ്ടെങ്കിൽ നാളെ അതെന്നെ പറഞ്ഞാൽ മതി, വിശദീകരിക്കൊന്നും വേണ്ട. അയലാ ഹദറത്ത് തങ്ങളെ ബൈത്തെടുത്ത് അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് എന്താ? അത് മൂപ്പരാണ് പറഞ്ഞു പോയതാണ്. നമ്മൾ അപ്പം തന്നെ പ്രൈവറ്റ് ആക്കേണ്ടിയിരുന്നു, നമുക്ക് കിട്ടാൻ പാടില്ല. ഇതോ ഒരു കാര്യമില്ല കേട്ടോ. നടക്കുമ്പോൾ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ്. നമ്മളെ സംവിധാനം കുറച്ച് ഉഷാറല്ലേ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇനിയിപ്പോൾ വേറൊരു സംഭവം നടക്കുന്നുണ്ട്, അതും കൂടി പറഞ്ഞുതരാ. ഭയങ്കര ചർച്ചയാണ്. AP ഉസ്താദിനെ കൊണ്ടൊന്ന് തിരിച്ചു പറയിപ്പിക്കാൻ.
അത് നിങ്ങൾ നോക്കി. അത് ഞാൻ അപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നോക്കി, ഞങ്ങൾക്ക് അറിയാതെ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവരും. അപ്പം നിങ്ങൾ ഇൻ്റർവ്യൂ വരുന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ഇൻ്റർവ്യൂ, ഇപ്പം എന്താ ഉണ്ടായത്? അങ്ങക്ക് തന്നെ തിരിച്ചടിയായി എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചാൽ ഞങ്ങളാവും പറയും. ഇപ്പം അതാ തിരിച്ചു പറഞ്ഞിരിക്കുന്നു, അത് നെയ്യൽവാദി പറഞ്ഞു കൊടുത്തതാണ് അല്ലേ. പണ്ട് മജീദോലയിൽ തിരുത്തിയപ്പോൾ പറഞ്ഞില്ലേ, ബുക്ക് പിൻവലിച്ചത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാകുന്നു, വേറൊരാളും പറഞ്ഞിട്ടില്ല. അച്ഛൻ പത്തായത്തിനും കൂടി ഇല്ല. അതൊക്കെ എല്ലാവർക്കും തിരിയും, ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. എന്തായാലും എഴുതിയെടുക്കേണ്ട കുറച്ച് കാര്യം ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടത് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ആ ചോദ്യത്തിന്റെ മറുപടിയിൽ ഉസ്താദ് പറയുന്നൊരു മറുപടി ഉണ്ട്, അതൊന്ന് വെച്ചു കൊടുക്ക്. ഉസ്താദിന് എപ്പോഴാണ് എന്നെ കണ്ടതായി ഓർമ്മയുള്ളത് എന്ന് പറയാൻ കഴിയുമോ? റസൂലുള്ളാഹി ബില്ലാഹിൽ കരീം സഹാബ എന്ന് പറഞ്ഞ ആ ഇനത്തിൽ നമ്മളെ ഈ ചർച്ചയെ ഞാൻ കണക്കാക്കുന്നു. നാം തമ്മിൽ കണ്ടത് എവിടെ നിന്നാണെന്ന് പറയാൻ ഇപ്പോൾ ഓർമ്മയില്ലെങ്കിലും ഞാൻ ആ ഭാഗത്ത് എവിടെ വയത് പറയുമ്പോഴും ഒരു ചെറിയ കുട്ടി ഇങ്ങനെ എഴുതിയെടുക്കുന്നത് ഞാൻ കാണാറുണ്ട്. അന്വേഷിച്ചപ്പോൾ അത് നിങ്ങളെയാണ് എനിക്ക് എഴുതിയെടുക്കലുണ്ട് എന്നുള്ളതാണ് മഹത്വം. അപ്പൊ ചിലതൊക്കെ എഴുതാൻ നമുക്ക് കൊടുക്കുകയാണ്. ഇനി അന്ന് ഒരു മൊയ്തേനോട് പറഞ്ഞു വലിയ നോട്ടൊക്കെ തന്നെ വാങ്ങേണ്ടി വരും, കാരണം അത്രയും എഴുതാണ്ട് പോ. പണ്ടത്തെ പോലല്ല എഴുതി കുഴങ്ങും, അത്രയും വിഷയം ഇയാൾ എഴുതിയെടുത്ത് പഠിക്കേണ്ടിണ്ട്. ഇപ്പോൾ നമ്മൾ മക്കൾക്കൊക്കെ ഉണ്ടല്ലോ രാത്രിയിൽ നമ്മൾ ഹോംവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ ഇയാൾക്ക് എഴുതിയെടുക്കേണ്ട ഒരു നോട്ട്സ് അതന്നെ നമ്മൾ കൊടുക്കാണ്. ഇന്ന് നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും എഴുതിയെടുക്കേണ്ടിയാണ്. ഒന്ന് ബാക്കിൽ ഇരുന്നപ്പോൾ ഉസ്താദ് പാടിയ പാട്ടില്ല യാ മാലിക്, അതൊന്ന് നന്നായിട്ട് എഴുതിയെടുക്കണം, എഴുതിയെടുത്ത് പഠിക്കണം. എഴുതിയെടുത്ത് കാര്യമില്ല, വിശ്വസിക്കണം. ഹബീബ് മെഹബൂബാണെന്നുള്ളത് പഠിക്കണം. ഉസ്താദ് നേലില്ല അറിഞ്ഞില്ലേ, അന്ന് എന്തായിരുന്നു മോന് പണി? മോനല്ലേ ഉരുത്തം കെട്ട മോന്, പാപ്പനെ പറയിപ്പിക്കുന്ന മക്കളുണ്ടായിട്ട് എന്താ കാര്യം? ആ മോനാന്നാ പറഞ്ഞ്. മോനാണെങ്കിൽ ഈ വാപ്പ പറഞ്ഞ് എഴുതിയെടുത്ത് പഠിക്കണ്ടേ? എന്തുകൊണ്ട് പഠിച്ചില്ല എന്നല്ല, അതിന്റെ എതിരല്ലേ പറഞ്ഞ്. ഞാൻ ചോദിച്ചു മദ്രസയിൽ പഠിച്ചിട്ടില്ലേ? മദ്രസയിൽ നിന്ന് ഇയാൾ പഠിച്ച് നേലുണ്ട് എന്നാണോ ഇല്ല എന്നാണോ? ദർസുന്ന് എന്താ പഠിച്ചത്? പുല്ലൂക്കര ഉസ്താദ് എന്താ പഠിപ്പിച്ചേ? ബാപ്പ എന്താ പഠിപ്പിച്ചു കൊടുത്ത്? എന്താ മോനത് ഓർമ്മയില്ലാത്ത? അപ്പൊ എഴുതിയെടുത്ത് പഠിക്കണം. നേലില്ല, പിശാജ് വരൂല. പിശാജ് ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ വരൂല. സ്വലാത്തും തസ്ലീമും പാടന്നെ വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്തിൽ തർക്കം ഇതൊക്കെ എഴുതിയെടുത്ത് പഠിക്കന്നെ വേണം. പഠിച്ച് ആ രൂപത്തിൽ പരസ്യമായി തൗബ ചെയ്യലല്ലാതെ ഇതിന് മാർഗല്ല.